അപ്പോൾ ഇന്നൊരു അച്ചാറിടൽ ഡേ ആയിരുന്നു കേട്ടോ. പലപ്പോഴായി കിട്ടിയിട്ടുള്ള മാങ്ങ കഴുകി തുടച്ച് നുറുക്കി ഉപ്പിലിട്ട് വെച്ചതാണിത്. ഒരുമിച്ച് അച്ചാറിടാന്ന് കരുതിയാട്ടാ അങ്ങനെ ചെയ്തത്. അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് ഒരു പാത്രത്തിലേക്കാക്കി. അപ്പോൾ എല്ലാം കൂടി എടുത്തപ്പോൾ ആ പാത്രത്തിലിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ പാത്രം ഒന്ന് മാറ്റിയെടുത്തു. എന്നിട്ട് അതിലേക്ക് മുളകും പൊടി ഇട്ടു. നല്ല എരിവുള്ള മുളകും പൊടിയായിരുന്നു എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ആ മുളകും പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി നേരെയാക്കിയിട്ട് അതിലിട്ടു ഒന്ന് മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി അച്ചാറിടാനുള്ള പ്രധാന പരിപാടി. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഉലുവയും കടുകും ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കുക. ഉലുവ വേറെയും കടുക് വേറെയായിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം അത് പൊടിച്ചെടുക്കുക. ഉലുവയും കടുകും കൂടിയിട്ട് വറുത്ത് വെച്ചത് പൊടിച്ചെടുക്കുക. നമ്മൾ കണ്ണിമാങ്ങയൊക്കെ ഇടുന്ന സമയത്ത് ഉലുവയും കടുകും ഒക്കെ നന്നായി വെയിലത്ത് ഉണക്കിയിട്ട് പൊടിച്ചിടുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വറുത്തിട്ടാണ് പൊടിച്ചത്. എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് പൊടിച്ചെടുക്കുമ്പോൾ മിക്സിയുടെ ജാറിനുള്ളിലൊക്കെ നന്നായിട്ടുണ്ടാവും. അതെല്ലാം നന്നായിട്ട് തുടച്ചിട്ട് എടുക്കുക. കാരണം പൊടിയായിട്ട് ഉള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ അതിന് അകത്ത് നന്നായി തുടച്ചാൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് തുടച്ചിടൊന്നും നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ. നന്നായിട്ട് അടപ്പിൻ്റെ അടുന്നൊക്കെ നന്നായിട്ട് തുടച്ചിട്ടിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഞാൻ കുറച്ച് കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, വേണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇട്ട് കൊടുത്താൽ കുറച്ചൊരു പ്രത്യേക ടേസ്റ്റാണ്. കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ ഉണങ്ങിയ സാധനങ്ങൾ വെച്ചിട്ട് വേണം ചെയ്യാൻ. നനവ് ഒട്ടും പാടില്ല കേട്ടോ. മാങ്ങ അരിയുമ്പോഴൊന്നും നനവ് പാടില്ല. എന്നിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കടുകും കുറച്ച് ഉലുവ ഇടുക. ഉലുവ വേണമെങ്കിൽ ഇട്ടാൽ മതി, ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ വേപ്പിൻ്റെ ഇല ഇട്ടു. അപ്പോൾ ഇത് ഇടുമ്പോൾ ഉലുവയും വേപ്പില ഇടുന്ന സമയത്ത് ഫോൺ ഹീറ്റായിട്ട് ഓഫായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അത് രണ്ടും അത് പൊട്ടിച്ചതിന് ശേഷം അച്ചാർ മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത്രയേ ഉള്ളൂ അച്ചാറിടൽ പരിപാടി. നല്ല ടേസ്റ്റുള്ള അച്ചാറാവും കേട്ടോ. പിന്നെ അത് കുറച്ച് ഇരുന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടുക. അതുകൊണ്ട് നമ്മൾ കഴുകി ഉണക്കിയ പാത്രത്തിൽ എടുത്ത് വയ്ക്കുക. കുറേ ദിവസങ്ങൾ, ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേന് അച്ചാർ നല്ല അടിപൊളി സെറ്റായിട്ടുണ്ടാകും. അപ്പോൾ അതേ അച്ചാർ റെഡി. ഇനി ഒന്ന് ആ ചൂടിൻ്റെ ആവി പോയി കഴിഞ്ഞാൽ നല്ല പാത്രത്തിൽ വെച്ചിട്ട് നന്നായി മുറുക്കി അടച്ച് വയ്ക്കുക. തീരെ കേടുവല്ല. സുർക്ക ഞാൻ ഉപയോഗിക്കാറേ ഇല്ല.